എന്റെ മടിയിൽ എന്റെ മോള് ഇരിക്കണതും ആ കുട്ടിന്റെ മുഖത്തെ ഒരു ഭാവം ഇത് കണ്ടിട്ട് എന്താ പറയാ വല്ലാത്ത ഇടങ്ങേറ് വരിക. ഞാൻ കൊറേ കരഞ്ഞ് ഞാൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മോളൊരു അവസ്ഥ ആലോചിച്ചിട്ട് എന്താ പറയാന്നറിയുന്നില്ല. ഇന്നിപ്പോ ഇത് കണ്ട മുതൽക്ക് ഒരു എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഫാത്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാത്തിയെ കുറിച്ചിട്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയതായിട്ടൊന്ന് പറഞ്ഞു തരാം. എന്ന് പറയുന്ന നമ്മുടെ വ്ളോഗറാണ് ഫാത്തി. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പുള്ളി ഡിവോഴ്സ് ഒന്നും അല്ല, പുള്ളി വിദേശത്താണുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ നാട്ടിലാണ്. ഇയാൾക്ക് 3 കുട്ടികളാണുള്ളത്. അതിൽ ഒരു കുട്ടി ഭാര്യയുടെ കൂടെ നാട്ടിലാണ്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പോൾ ഇദ്ദേഹമാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. എന്നാൽ മകളുമായിട്ടാണ് എപ്പോഴും ഇദ്ദേഹം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. വളരെയധികം ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു കുട്ടി വാവയാണ് ഇദ്ദേഹത്തിന്റെ മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളിക്കാരൻ മകനെ അധികം നിർത്താതെ തന്നെ മകളെ കൊണ്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം, ഒരു ഉമ്മ ഉപേക്ഷിച്ച് പോയ ഒരു പാവം കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തുന്ന ഒരു ഉപ്പയാണ് എന്നുള്ള സിമ്പതി നേടുന്നതിനും അതുവഴി റീച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് എന്നൊക്കെ പരക്കെ ഒരു സംസാരമൊക്കെ ഉണ്ട്. പലരും കമന്റ് ബോക്സിലൊക്കെ അത്തരത്തിൽ സംസാരിക്കാറുണ്ട്. കുറച്ചധികം ആളുകൾക്ക് ഫാത്തിയെ വളരെ ഇഷ്ടമാണ്. എന്നാൽ കുറച്ചധികം ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ രീതികളൊക്കെ തീരെ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഷെരീഫ് വന്നിട്ട് ഫാത്തിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം. അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിലിരുത്തി ഒരാൾ കാർ ഓടിക്കുന്നത് ഈ ഒരു കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഫാത്തിയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു യുവാവ്, അദ്ദേഹം ആരാണെന്നൊന്നും നമുക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കുകയാണ് ഈ ഒരു ഫാത്തിയുടെ ഒരു കുഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി അയാൾ കൊഞ്ചിക്കുന്നുണ്ട്. അയാൾ ഒരു കുട്ടി ട്രൗസറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ട് ശരിക്കും നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ഒരു ആൾ കാണുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് ഒരു തെറ്റും നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഫാത്തിയുടെ ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഷെരീഫിൻ്റെ ആ ഒരു ചാനലിൽ കൂടെയാണ് അതിൻ്റെ ആ ഒരു വോയിസ് കോളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഷെരീഫ് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ഫാത്തിയുടെ ഭാര്യ ആയിട്ടുള്ള ഈ ഒരു പെണ്ണ്, അതായത് ഈ ഒരു കുട്ടിയുടെ ഉമ്മച്ചി അനുവാദമില്ലാതെയാണ് ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു വോയിസ് ലീക്കാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഉമ്മച്ചിയുടെ ആദ്യം എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. എന്റെ മടിയിൽ എന്റെ മോള് ഇരിക്കണതും ആ കുട്ടിന്റെ മുഖത്തെ ഒരു ഭാവം ഇത് കണ്ടിട്ട് എന്താ പറയാ വല്ലാത്ത ഇടങ്ങേറ് വരിക. ഞാൻ കൊറേ കരഞ്ഞ് ഞാൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മോളൊരു അവസ്ഥ ആലോചിച്ചിട്ട് എന്താ പറയാന്നറിയുന്നില്ല. ഇന്നിപ്പോ ഇത് കണ്ട മുതൽക്ക് ഒരു സമാധാനം അതല്ല. ചെങ്ങായിക്ക് എന്താ ചെയ്യാ? ഞാൻ ഈ ചെങ്ങായിനോട് പറഞ്ഞു, എനിക്കൊന്നും വടച്ചപ്പിക്കേ, എനിക്കിന്റെ ഗോൾഡ് 17 പവന്റെ ഗോൾഡ് പുഴുങ്ങി തിന്നിട്ടുണ്ട്. എന്നെ കെട്ടി 3 മാസമായപ്പോ മൊത്തം ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, എനിക്ക് അത് വേണ്ട, എന്റെ കേസ് മൊത്തം ഞാൻ പിൻവലിച്ചു തരാം. ഈ മക്കൾക്ക് ചെലവിനും തരണ്ട. ഇനി എന്റെ കയ്യിൽ തന്നതിന് ശേഷം നമ്മൾ ഓരോടൊന്നും ചെലവിന് വാങ്ങൂല, അതും തരണ്ട. എനിക്ക് ഇതിന്റെ മക്കളൊന്നും മാത്രം തന്നാ മതി. വെറും ചെടിയോ ട്രൗസർ എന്തോ മാത്രം ഇട്ടിരിക്കണ ഒരു കള്ളുകൂടി എന്റെ മടിയിൽ ഇത്ര കൂളായിട്ടാണ് എന്റെ മോളെ കൊണ്ട് എത്തിയിട്ടുള്ളത്. അത് അർദ്ധരാത്രി ആ മോളെ മുഖത്തേക്കൊന്ന് നോക്കാം. ആ കുട്ടിന്റെ മിസ്യാവസ്ഥ ഒരു ഇമ്മ ആണെങ്കിൽ ഒരിക്കലും അങ്ങ് ചെയ്യൂല. ആ കുട്ടീന്റെ ബാപ്പാനെ നോക്കുന്നുണ്ട്, പക്ഷെ ബാപ്പാന്റെ കാറിന്റെ മുമ്പില് വേറെ ഏതൊരു പെണ്ണിനെ ഇരുത്തിയിട്ട് മകളെ ഇരുത്താൻ സ്ഥലമില്ല. ഇവന്റെ വീഡിയോസ് മൊത്തം ഷോ ഓഫാണ്, ആളുകളെ കാണിക്കാനുള്ള ഷോ, അല്ലാണ്ട് സ്വന്തം മക്കളോട് സ്നേഹവും കാര്യമൊന്നുമില്ല. ഈ ഒരു മക്കളെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഇന്നേ വരെ ഒരു ഹെൽപ്പും ചോദിച്ചു വന്നിട്ടില്ല. പക്ഷെ ഈ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റണില്ല ഇതൊന്നും കണ്ടിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നെ കൊണ്ട് കഴിയണ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാൻ കേസിന്റെ പിറകെ തന്നെയാണ്. ഞാൻ എന്നെ കൊണ്ട് എന്റെ ചെറിയൊരു പരിവട്ടത്തിൽ നിന്നിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ട മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് മക്കളെ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ എന്റെ ഈ രീതിയിലാണ് എന്റെ മക്കൾ അവിടെ ജീവിക്കാന്നുണ്ടെങ്കിൽ, ഇതേ ഇപ്പൊ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു ഒരു ഡെസേർട്ടിൽ പോയിട്ടുള്ള ഡാൻസ്, ഫുൾ തേ പിടിച്ച് പെണ്ണുങ്ങള് അവര് കൂടെ തുള്ളിച്ചാടി ഡാൻസ് കളിക്കാം. അയാള് കളിച്ചോട്ടെ, അയാള് പോയിക്കോട്ടെ, അതെന്റെ മാറ്ററേ അല്ല. പക്ഷെ ഇയാള് എന്റെ മക്കളതിൽ കൂട്ടിയിട്ടാണ് ഇയാൾ വളർത്തുന്നത്. നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തുന്നുണ്ടോ? കുട്ടികൾ മൊത്തം കേൾക്കുന്ന അവിഹിതത്തിന്റെയും കാമുകിന്റെ കൂടെ കിടന്ന കഥയാണ്.
ഇവന്റെ കൂടെ മക്കളെ കൂടെ ചെയ്യുന്ന ഓരോ വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങളും അത്രയും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ട് കൊണ്ടെടുക്കുന്ന പെണ്ണുങ്ങളാണ്. അതെന്തോ ആവട്ടെ, ഇയാൾ പൊക്കോട്ടെ, ഇയാളെ ഞാൻ വെറുതെ വിട്ടുകൊടുക്കുക, ഇയാൾ ആര് കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ. പക്ഷെ മക്കളെ സേഫായിട്ട് നാട്ടിലെത്തിക്കണം, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, മക്കൾക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൂരെ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ അയാൾ വല്ലപ്പോഴും വരുമ്പോൾ വന്ന് കണ്ടോട്ടെ, സംശയോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ രീതിയിൽ മക്കള് ജീവിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ഒരു ഭാവി ഇല്ലാണ്ടാവും. ഇതൊന്നും കണ്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ആ ഒരു സഹോദരി പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ ആ ഒരു വ്യക്തി വളരെയധികം സ്നേഹത്തോടു കൂടിയായിരിക്കണം ആ ഒരു കുഞ്ഞിനെ ലാളിച്ചിട്ടുള്ളത്. എന്നാൽ പോലും അത് കാണുന്ന ഒരു അമ്മയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ വല്ലാതെ വേവലാതിപ്പെടും. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഏതൊരു അമ്മയുടെയും ഉറക്കം പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നീട് ആ ഒരു യുവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള ഒരു 10-17 പവന്റെ സ്വർണ്ണമൊക്കെ ഈ ഒരു ഫാത്തി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല അവരുടെ കുറച്ച് സ്വത്തുക്കളുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്. ഒന്നും തന്നെ ഈ ഒരു ഫാത്തി കൊടുക്കണ്ട, പക്ഷേ കുട്ടിയെ തിരിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ആ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് അത്തരത്തിലൊരു ആദ്യം ഉണ്ടാവുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുറച്ച് സമയം നമ്മുടെ അടുത്ത് നിന്ന് മാറി നിന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണ്. ഈ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ 2 കുഞ്ഞുങ്ങളെ കാണാതെ ഉള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടെൻഷൻ, ആ ഒരു മാനസിക സംഘർഷത്തെ അതിജീവിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പെൺകുഞ്ഞിൻ്റെ കാര്യത്തിൽ അതിനെ അവരുടെ അരികിലേക്ക് എത്രയും പെട്ടെന്നും എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ സ്വന്തം വീട്ടിൽ പോലും സേഫ് അല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ കുട്ടി അതിൻ്റെ ഉപ്പയുടെ കൂടെ ഒരു സ്ഥലത്ത്, ഉമ്മയാണേലും നാട്ടിലെ, ആ ഒരു രീതി ഒട്ടും ശരിയല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞിനെ അതിൻ്റെ ഉമ്മച്ചിയുടെ അടുത്തേക്ക് എത്തിക്കുക. എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും കുട്ടികൾ എപ്പോഴും സേഫായിരിക്കുന്നത് അതിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇത് പറയുമ്പോഴും എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് മമ്മികളുണ്ട്, അവരെയൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. കാരണം കാമുകന്മാരുടെ കൂടെ പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് പോലും കൊല്ലാൻ മടിക്കാത്ത കുറച്ച് മമ്മികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അലവലാദികളെയൊന്നും ഇതിൽ കൂട്ടണ്ട. ശരിക്കും പേറ്റുനോവറിഞ്ഞ് കുഞ്ഞിനെ ആത്മാർത്ഥതയോടുകൂടി വളർത്തുന്ന അമ്മമാരെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാത്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടിയാണ് ഷെരീഫ് ഇവിടെ പറയുന്നത്. അതായത് വളരെ മോശമായിട്ടുള്ള സ്വഭാവമാണ് ഫാത്തിയുടേത് എന്ന് തന്നെയാണ് ഷെരീഫ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫാത്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് വരാം. ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നും കള്ളത്തരല്ല. അത് നിങ്ങൾ എന്റെ വീഡിയോസ് ഈ ഫാത്തിയുടെ കാര്യത്തിൽ എടുത്തു നോക്കും. ഈ ഫാത്തിക്കെതിരെ എന്റെ ഇൻബോക്സിൽ നിരവധി പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ പേരിൽ ഇവനോട് അടുത്ത് സംസാരിച്ചിട്ട് അവസാനം ഇവനെ ട്രാപ്പിലാക്കുകയാണ്. ഇവരെ ഒന്നാമതോ ചെയ്യുന്ന കാര്യം എന്താ അറിയോ, ഫാത്തി ആദ്യം കടം മേടിക്കും പോലെ, അതായത് സഹതാപ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇല്ലാത്തവര് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് അടക്കം കൊടുത്ത് പറ്റിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ഒരു പെണ്ണ് ഒരു 14,000 രൂപ പിന്നെ വാങ്ങിയത് ഇതുവരെ കൊടുത്തില്ല, പൈസ ഒഴിവാക്കി, അതായത് അത് ചോദിച്ചതിന്റെ പേരിൽ ബ്ലോക്കാക്കി. ഇവൻ എങ്ങനെ വെച്ചിട്ടാ, ഇവൻ ആദ്യം നല്ല രീതിയിൽ സംസാരിക്കും, ഈ കുട്ടികളെ കൊണ്ട് വീഡിയോ കോളും കുട്ടികളെ കൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ട് ഇവന്റെ സങ്കടം പറയും, ഇവന്റെ കഷ്ടപ്പാടുകൾ പറയും. അപ്പോൾ അത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു വാപ്പ ഇത്രയും 2 മക്കളെങ്ങനെ വളർത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവൻ കാശ് കടം ചോദിക്കുന്നതോടുകൂടെ ഈ കാശിനെ കൊടുക്കും. ഇതിന്റെ ട്വിസ്റ്റ് എന്താ അറിയോ, ഈ കാശ് ഇവന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ഡീസന്റ് ആയിട്ട് അവൻ സംസാരിക്കാം. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞാൽ ഇവന്റെ ടോപ്പിക്ക് മാറും. പിന്നെ ഇവന്റെ യഥാർത്ഥ ഉള്ളിലുള്ള ആ കാമഭ്രാന്തില്ലേ അത് എടുക്കാൻ തുടങ്ങും. അത് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവരോട് ആവശ്യപ്പെടുന്നത് എന്താ അറിയോ, ഫോട്ടോസ് വീഡിയോസ്. ഇതാണ് ഇവ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ എന്നോട് പറയാണ്, എന്താ ഫാത്തി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിന്നെ സഹായിച്ച ആൾ കൂടി അല്ലേ, അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഈ കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കുക, ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നത്, പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവരൊറ്റ ബ്ലോക്ക് ചെയ്ത് പോക്കാം. പിന്നെ ആ കാശുമില്ല, ആ ഐഡിയ ഇല്ല. ഇനി അഥവാ ഈ വിഷയം വേറെ ആളായി ഷെയർ ചെയ്താൽ ഇവൻ എന്താ ചെയ്യാറിയോ, ചിലപ്പോൾ ആ വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ വരെ ഒരു ഫോട്ടോസ് സ്റ്റോറി പോലും വെക്കാതായിരിക്കും. പക്ഷേ ഇവൻ നല്ല സത്യസന്ധനല്ലേ, ഇങ്ങനെ മക്കളൊക്കെ നോക്കി ജീവിക്കണ ഫോട്ടോ ഇവൻ ഒന്നല്ലെന്നുണ്ടെങ്കിൽ വേറെ മൊബൈൽ വെച്ചിട്ട്, വൺ ടൈം ആണെങ്കിൽ വേറെ മൊബൈൽ വെച്ചിട്ട് ഇവന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് അവനൊരു ഫോൾഡറിലാക്കി അവിടെ മാറ്റിയേക്കാണ്. ഇതിനുശേഷം എന്തെങ്കിലും പൈസ തിരിച്ച് ചോദിക്കുമ്പോഴോ അതല്ലെങ്കിൽ പൈസയുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഈ ഫോട്ടോ വാങ്ങിട്ട് തന്നെ അവർക്ക് കൊടുക്കും. എന്നിട്ട് പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ പിന്നെ അവസ്ഥ എങ്ങനെയാണ്, ഇത് പ്രശ്നമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും പ്രശ്നമാക്കും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എൻ്റെ ഫോട്ടോ വെച്ചാൽ അങ്ങനത്തെ ഇത് ചെയ്യും, എൻ്റെ വോയിസ് ഞാൻ പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ അവരെ നെട്ടിക്കും. അപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇവർ സംസാരിച്ച കാര്യങ്ങൾ എല്ലാം ഇവന്റെ കയ്യിൽ വോയിസ് ആയിട്ടുണ്ടാവും, ഇവൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വ്യക്തികൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ വ്യക്തികൾ എന്ത് ഉദ്ദേശത്തോടെയാണ് ഇവന്റെ അടുത്ത് വന്ന് ആ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, പിന്നെ ആരും ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ഈ ഫാത്തിനെ കുറിച്ചിട്ട് പെണ്ണിങ്ങനെ കോൾ റെക്കോർഡ് ഞാൻ ചെയ്തില്ല, അതിൽ കുറേ ഫാത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. അവൾ ശരിയല്ല എന്നല്ല, അവൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഞാൻ ആ വിഷയം അവളോട് പറഞ്ഞു. ഇതിനെന്താ നിനക്ക് മറുപടി പറയാനുള്ളത്, നിനക്ക് ഇങ്ങനെ കമന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനോട് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ നാട്ടിലുള്ളത്, ഞാനിപ്പോൾ എൻ്റെ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നറിയാവുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ വീഡിയോ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് നേരിട്ട് വാ,
നമുക്ക് നേരിട്ട് എല്ലാവർക്കും അവിടെ പോയിട്ട് ഈ വിഷയം മോനോട് മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ആക്കിയിട്ട് നമുക്ക് ചോദിപ്പിക്കാം. എന്നിട്ട് ആ വീഡിയോ നമുക്ക് ഷെരീഫിന് വിട്ടു കൊടുക്കാം. അതും ഷെരീഫ് പോസ്റ്റ് ചെയ്യട്ടെ. കാരണം ഓൻ പറഞ്ഞത് ഓൾറെഡി ഫോട്ടോ അടക്കം വെക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അവർ എനിക്ക് തന്ന വാക്കെന്താ, ഇപ്പോൾ ഷെരീഫ് ഒന്നും വേണ്ട, അപ്പോൾ അവൾ നാട്ടിലല്ലേ, അവളിങ്ങനെ കയറി വരട്ടെ, അവളെ കൊണ്ട് തന്നെ നമുക്ക് ഇത് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അന്ന് എന്താണോ ഉണ്ടായെന്നുള്ളത് നമുക്ക് ചോദിപ്പിക്കാന്ന് പറഞ്ഞത്. ഞാൻ ശരിയായിക്കോട്ടെ, അത് ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കമന്റിന് ഒന്നും റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. എങ്ങനെ കാശ് കടം ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇത് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം വേറെ വിഭാഗമുണ്ട്. ഓല് ചിലപ്പോൾ ഇവന്റെ സംസാരത്തിൽ ഇതിലേക്ക് വീണിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും ഫോട്ടോസ്. ഈ ഫോട്ടോസ് വെച്ചിട്ടാണ് പിന്നെ അവന്റെ ബ്ലാക്ക് മെയിലിങ്. ഇപ്പൊ ഇന്നൊന്നും അറ്റ്ലീസ്റ്റ് വേണ്ട, ഇന്ന് അവന്റെ സ്റ്റോറിയിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിരിക്കണം അവന്. അതെന്തായാലും റീസൺ അറിയോ? ആ പെണ്ണ് പറഞ്ഞത് എന്താ അറിയോ? പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര തെറി പറയുന്നത്? നിങ്ങളുടെ മക്കളല്ലേ അപ്പുറത്തിരിക്കുന്നത്, അവർ കേൾക്കുന്നില്ലേ? കുറച്ചൊക്കെ സംസ്കാരത്തോടെ നിങ്ങൾക്ക് പെരുമാറിക്കണം. നിങ്ങളെ വല്ല ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോ, ഇതിനെ ഈ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാത്ത ഒരു പെണ്ണാണ് ഈ പെണ്ണ് ഈ പറഞ്ഞത്. അവളുടെ അഭിപ്രായം പറഞ്ഞിട്ടോ അതടക്കം ഇവിടുത്തെ സ്റ്റോറി ഇട്ടു. എങ്ങനെ കമന്റ് അല്ല ഇട്ടത് ആ പെണ്ണിന്റെ. അതായത് അപ്പോൾ ആ പെണ്ണും പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കാണുന്നവരാണ് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ സ്റ്റോറി ഇട്ടു. അതും എനിക്ക് കുറെ ആളുകൾ വിട്ടു. അപ്പൊ ഇവന്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സത്യമോ അതല്ലെങ്കിൽ അവർക്ക് റിപ്ലൈ ആയിട്ടൊന്നും പറയാനോ അല്ല. അവനിക്ക് ഇത്തരത്തിലുള്ള തെറികളും കമന്റ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫാത്തിയുടെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പലരുടെ കയ്യിൽ നിന്നും ഈ ഒരു കുഞ്ഞിന്റെ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുകയും പിന്നീട് അവരുടെ ഫോട്ടോ മേടിക്കുകയും പിന്നീട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട മനസ്സിനുടമയാണ് ഈ പറയുന്ന ഫാത്തി എന്നാണ് ഷെരീഫ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഷെരീഫ് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ഇത്തരത്തിലുള്ള നാറികളെയൊക്കെ അടിച്ചൊതുക്കി മൂലക്കിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ ഷെരീഫ് പറഞ്ഞ ഒരു കാര്യത്തോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതായത് ഷെരീഫ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കരുതിയിട്ട് ഒരു ഫോട്ടോയോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അയാൾ അതെടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നല്ല സുഹൃത്തെന്ന് പറഞ്ഞാലും ഒരു ഫോട്ടോ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ എന്താണ് പറയുന്നത്, സാധാരണ രീതിയിൽ അണിഞ്ഞൊരുങ്ങി തലയിൽ ഒരു തട്ടോ ഇട്ടോ ഒരു ചന്ദനക്കുറി ഇട്ടോ നിൽക്കുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു ഫോട്ടോയാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഫോട്ടോയെ കരുതിയിട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇനി ആ ഒരു ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കുത്സിതങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് തെളിയിക്കാനൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു പറഞ്ഞ കാര്യത്തോട് ഒട്ടും യോജിക്കുന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് പിന്നീട് നമ്മൾ കിടന്ന് വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചിട്ട് അതിന് വായിൽ കൊണ്ടുവന്ന് കൈയിട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മൾ സേഫ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, സൂക്ഷിക്കുക. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫാത്തിയെ കുറിച്ചിട്ട് ഒട്ടും നല്ല കാര്യങ്ങളല്ല ഷെരീഫിന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനി വലിയ വലിയ സ്ഫോടനങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഷാജിയും അതുപോലെ തന്നെ ഷെരീഫും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് അടുത്ത വീഡിയോയിലൂടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് വീഡിയോ കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ദിവസമായിട്ട് കുറച്ചധികം തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ഞാൻ ആ ഒരു കുറവൊക്കെ നികത്തി എല്ലാ ദിവസവും വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം. അപ്പോൾ വീഡിയോ കാണുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇട്ടേക്കണം, ഹൈപ്പ് കൂടി തന്നേക്കണം വീഡിയോയ്ക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.